മലയാളത്തിൽ എന്ത് വാക്കാ പറയാ? ഒരു ഭാര്യയ്ക്ക് വിളിക്കാൻ പറ്റിയൊരു മലയാളം ഇപ്പം എന്തായാലും ഉള്ളത്? ആദം നബിയുടെ സന്തതികളിൽപ്പെട്ട ഓരോ ശരീരവും സയ്യിദാണ്. ഫർറജുലു സയ്യിദു അഹ്ലിഹി, പുരുഷൻ തന്റെ കുടുംബത്തിന്റെ നേതാവാണ്. വൽ മർഅതു സയ്യിദതു ബൈതിഹാ, ഒരു പെണ്ണ് അവരുടെ വീടിന്റെ ഉടമസ്ഥയാണ്, സയ്യിദത്താൻ. ഒരു ഭർത്താവ് ആ കുടുംബത്തിന്റെ സയ്യിദായ പോലെ പെണ്ണൊരു വീടിന്റെ സയ്യിദത്താണ്. എല്ലാ ആണും എല്ലാ പെണ്ണും സയ്യിദുമാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്തൊരു മനോഹരമായ ഹദീസാണ്. ഡിഗ്നിറ്റി, ഒരു മനുഷ്യന് ലഭിക്കുന്ന അഭിമാനമാണത്. ആണും പെണ്ണും സയ്യിദുമാരാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞാൽ യാ സയ്യിദി, ബഹുമാനത്തോടെ. അറബികളൊക്കെ അങ്ങനെ, അറബ് ഭാഷയിൽ അങ്ങനെ വിളിക്കുക, യാ സയ്യിദി. അങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കേണ്ടത് എന്നൊക്കെ തിരുനബിയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാവും. യാ സയ്യിദി, എൻ്റെ ഉടമസ്ഥനെ, എൻ്റെ നേതാവേ, എൻ്റെ കാര്യങ്ങൾ നോക്കി ചെയ്യുന്നവരെ എന്നൊക്കെയാണ്. ഇപ്പൊ മലയാളത്തിൽ എന്ത് വാക്കാ പറയാ? ഒരു ഭാര്യയ്ക്ക് വിളിക്കാൻ പറ്റിയൊരു മലയാളം ഇപ്പം എന്തായാലും ഉള്ളത്? അതിന് പറ്റിയൊരു മലയാളം ഉണ്ടോ? എൻ്റെ നേതാവേ എന്നിപ്പോ വീട്ടിൽ നിന്നിപ്പോ ഭാര്യ ഭർത്താവിനെ നമ്മളെ നാട്ടിൽ വിളിക്കൂല. ഇനി എന്ത് വേദനകൊണ്ടും കാര്യമില്ല, അത് വിളിക്കാൻ പോകണില്ല. അതിന് പകരം ഒരു നല്ല മലയാള വാക്ക് വല്ലതും കണ്ടു കിട്ടിയാൽ ചെയ്തൊക്കെ വല്ലതുണ്ടോ? കിട്ടുകയാണെങ്കിൽ പറഞ്ഞുതരും. യാ സയ്യിദി, അങ്ങനെയാ വിളിക്കേണ്ടതെന്നാ, അങ്ങനെയാണ് വിളിക്കേണ്ടത്. എന്തുകൊണ്ട് സയ്യിദാണ്? ഓരോരുത്തരും സയ്യിദാണ്. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഒരു പെണ്ണിനെ നമ്മൾ സയ്യിദത്ത് എന്ന് വിളിക്കുന്നില്ല, ഭാര്യയെ. പക്ഷേ ഹബീബിന്റെ നിർദ്ദേശമുണ്ട്, നിങ്ങൾ ബഹുമാനത്തോടുകൂടെ വിളിക്കാവൂ. ലാ യസ്ലുഹു ലിറജുലിൻ അൻ യസ്ജുദ ലിൽബശരി അൻ യസ്ജുദ ലിബശരിൻ, ഒരു മനുഷ്യനും ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല. അല്ലാഹു എങ്ങാനും ഒരു മനുഷ്യന്റെ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ പറ്റുമെന്ന് അനുവദിക്കുകയായിരുന്നുവെങ്കിൽ അതൊരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യേണ്ടി വരുമായിരുന്നേനെ. മിൻ ഇളമി ഹഖ്ഖിഹി അലൈഹാ, ഭർത്താവിന്റെ കടപ്പാടുകൾ അത്രക്ക് കൂടുതലാണല്ലോ. അതുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പന ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഒരു മനുഷ്യന് സുജൂദ് ചെയ്യുന്നില്ല, അതുകൊണ്ടത് വരുന്നില്ല. അല്ലായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെടുമായിരുന്നു എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഹബീബായ തങ്ങൾ പറയട്ടെ, ഇന്നി ഉഹ്രിജു അലൈക്കും ഹഖ്ഖൽ ലഈഫൈൻ അൽ യതീം വൽ മർഅ, രണ്ട് നിരാലംബരായ അബലരായ രണ്ട് വിഭാഗത്തെ പുരുഷന്മാരെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളവരെ നോക്കണേ, നിങ്ങളവരെ പരിപാലിക്കണേ. ഒന്ന് യതീമുകളാണ്, മാതാപിതാക്കളുടെ സംരക്ഷണം നഷ്ടപ്പെട്ട, പിതാവ് മരണപ്പെട്ടു പോയ യതീം. അതുപോലെ തന്നെ മറ്റൊന്ന് അൽ മർഅ, നിങ്ങളുടെ ഭാര്യയാണ്, സഹോദരിയാണ്, നിങ്ങളുടെ ഉമ്മയാണ്, പെങ്ങളാണ്, നിരാലംബരായ വനിതകളാണ്. നിങ്ങൾ അവരുടെ സംരക്ഷണം നിങ്ങൾ നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറുൻ നിസാ, പെണ്ണുങ്ങളിൽ ഏറ്റവും ഖൈറായവർ, മൻ തസുറുക ഇദാ അബ്സർത്, നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് നിന്റെ ഭാര്യ ഏറ്റവും നല്ല ഭാര്യയാണോ എന്നറിയാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ക്രൈറ്റീരിയൻ. ഹബീബായ നബി തങ്ങൾ പറയുന്ന നിബന്ധന ഇതാണ്, നീ കാണുമ്പോൾ, നിനക്കവരെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. വതുതീഉക ഇദാ അമർത, നീ വല്ലതും നിർദ്ദേശിക്കുമ്പോൾ അതവൾ അനുസരിക്കുന്നുണ്ട്. വതഹ്ഫളു ഗൈബതക ഫീ നഫ്സിഹാ വമാലിക്, നിങ്ങൾ വീട്ടിലില്ലാതെ പോയാൽ, ഭർത്താവ് പ്രവാസിയാണ്, ജോലിക്ക് പോകുന്ന ആളാണ്, നാട് വിട്ട് ദൂരെയുള്ള ആളാണ്, ഭർത്താവിന്റെ സമ്പത്തും അവരുടെ ശരീരവും ഭർത്താവിന്റെ അഭാവത്തിൽ സംരക്ഷിക്കുന്ന പെണ്ണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ കൽപ്പനകൾ മാനിക്കുന്ന പെണ്ണ്, നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം നൽകാൻ പറ്റുന്നവർ, ഇവരാണ് ഖൈറുൻ നിസാ, പെണ്ണുങ്ങളിൽ ഏറ്റവും ഖൈറായവർ. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന വലിയ വലിയ അനുഗ്രഹമായ മാതൃകാ വനിതകളിലേക്കുള്ള ഒരു എത്തിനോട്ടം അള്ളാഹു നമുക്ക് നടത്താൻ തൗഫീഖ് തരട്ടെ. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, സഹോദരിമാരെ, പെങ്ങന്മാരെ, മുസ്ലിമച്ചുകളായ പെണ്ണുങ്ങളെ, പെൺകുട്ടികളെ, വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിന്റെ ശരീഅത്ത് നമ്മുടെ വിജയത്തിനാണ്. ഹിജാബ് ധരിക്കാൻ പറയുന്നത് നമ്മുടെ വിജയത്തിനാണ്. അന്യപുരുഷന്മാരുമായി മിംഗ്ലിങ് പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിനാണ്. അള്ളാഹുവിന്റെ നിയമം ഒരു ഭർത്താവിനെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ ഞാനും അയാളും ഒരുപോലെയല്ലേ, ഞാൻ അനുസരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കല്ലേ. നിങ്ങളോട് നിസ്കരിക്കാൻ കൽപ്പിച്ചവനാരോ അവൻ തന്നെയാണ് ഭർത്താവിനെ അനുസരിക്കാനും പറഞ്ഞത്. വിഷയം തീർന്നു.
നിങ്ങളോട് ആരാണോ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയത് ആ പടച്ചതമ്പുരാൻ തന്നെയാണ് ഭർത്താവിനോടുള്ള കടപ്പാട് വിട്ടാൻ പറഞ്ഞത്. പിന്നെ അതൊരു ഭർത്താവിന്റെ ആവശ്യമായി കരുതല്ലേ, ശരീഅത്തിന്റെ ആവശ്യമാണ്. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞൊരു ഫ്രീ ലൈഫ്, ഫ്രീ ആയിട്ട് ജീവിക്കുക. എല്ലാവർക്കും അത് ആഗ്രഹമാണ്. നിയമം എല്ലാവർക്കും പ്രയാസമാണല്ലോ. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറ എന്ന ആ രണ്ടാമത്തെ സൂറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സൂറത്തുൽ ബഖറ അടക്കമുള്ള സൂറത്തുകൾ അല്ലാഹു തആല സൂറത്തു തൗബ ഒഴികെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരംഭിക്കാൻ കാരണം നിയമങ്ങളാണ് അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറയാൻ പോകുന്നത്. എല്ലാ സൂറകളിലും അല്ലാഹുവിന്റെ ഹുക്മുകൾ കാണും. അല്ലാഹുവിന്റെ നിയമം ആർക്കും പ്രയാസമാണ്. നിയമം ഹെൽമെറ്റ് ഇട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രയാസമാണ്. സീറ്റ് ബെൽറ്റ് ഇടണം വാഹനത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കത് ഭാരം, പോലീസുകാരെ കാണുമ്പോൾ മാത്രം. അങ്ങനെയല്ല, നിയമം ഭാരം സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിലാണ് ഞാൻ ആരംഭിക്കുന്നത്. അർ റഹ്മാൻ, അവൻ കാരുണ്യവാനാണ്. അർ റഹീം, കരുണയുടെ അറ്റമില്ലാത്ത കടലാണ് അല്ലാഹു. കാരുണ്യവാനാണ് എന്നോട് പറയുന്നത്. എന്നോടുള്ള കരുണ കൊണ്ടാണ് നിയമങ്ങൾ അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് ഏത് സൂറയും ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നിയമങ്ങൾ സ്വീകരിക്കാൻ ഭാരമാണ് മനുഷ്യന്. ആ ഭാരം ഇറക്കി വെക്കാനാണത്രേ അല്ലാഹുവിന്റെ റഹ്മാനും റഹീമും കാരുണ്യവാന്റെ രണ്ട് പേരുകൾ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ സൂറകൾ ആരംഭിക്കുന്നത്. നിയമം നമുക്ക് പ്രയാസാവണ്ട. നമ്മുടെ നന്മക്കാണെന്ന് പറഞ്ഞാൽ ആർക്കെന്ത് പ്രയാസം? നമ്മുടെ നന്മക്കാണെന്നറിഞ്ഞാൽ നമുക്ക് സമാധാനമല്ലേ? അതുപോലെയാണ് അല്ലാഹുവിന്റെ നിയമം. ഒത്തഴിഞ്ഞ സംസ്കാരം ലോകത്ത് കൊണ്ടുവരാനാണ് നമ്മുടെ ഇന്റർനെറ്റുകൾ, നമ്മുടെ TV ചാനലുകൾ, ലോകോത്തര പ്രസിദ്ധീകരണങ്ങൾ, വിവിധ സംഘടനകൾ, ഫെമിനിസ്റ്റുകൾ, സ്ത്രീ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർക്കിടയിലെ ആണും പെണ്ണും എന്ന് ലോകത്തിന്റെ സ്രഷ്ടാവ് വെച്ച നിയമങ്ങളെ മുഴുവനും മാറ്റിമറിച്ച് പച്ചയായ മൃഗമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം മുസ്ലിമീങ്ങൾക്ക് ചുറ്റുമുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഭാരതത്തെക്കുറിച്ചല്ല, ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന, നമ്മളൊക്കെ അഭിമാനം പറയുന്ന മക്കളൊക്കെ ലോകത്ത് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കയിലെത്തണം, ലോസ് ആഞ്ചലസിലെത്തണം, ന്യൂയോർക്കിലെത്തണം, ടെക്സസിലെത്തണം, കാലിഫോർണിയയിലെത്തണം. അമേരിക്കൻ നഗരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ പച്ചവെള്ളം പോലെ അവരെ പറയും. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ഇന്ത്യയുടെ സിറ്റികളൊക്കെ എണ്ണാൻ കഴിഞ്ഞില്ലെങ്കിലും അമേരിക്കൻ നഗരങ്ങളും യൂറോപ്പ് നഗരങ്ങളൊക്കെ അവര് ശരിക്കും എണ്ണി പറഞ്ഞേക്കും. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചെന്ന് കൂടെ ഓർക്കണം. 1970 മുതൽ ആരംഭിച്ച അവിടുത്തെ അപജയം 1970 അങ്ങോട്ട് കടുത്ത അപജയമാണ്. 1970കളിൽ അമേരിക്കയിലെ തന്നെ കണക്ക് പ്രകാരം 20 മില്യൺ ആളുകൾ അവിടെ മാതാവോ പിതാവോ ആരെന്നറിയാത്ത കുട്ടികളാണ്. 20 മില്യൺ. ഇത് 70ലെ കണക്ക്, ഇത് 2016 ആയില്ലേ? 1970കളിൽ 20 മില്യൺ ജാരസന്ധതികളുണ്ട് അവിടെ. വ്യഭിചാരത്തിൽ ഉണ്ടാകുന്ന മക്കൾ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അമേരിക്കയുടെ മൊത്തം ജനസംഖ്യ 200 മില്യനാണ്. 200 മില്യണിൽ 20 മില്യൺ ജാരസന്ധതികളാണ്. വാപ്പാന്റെ അഡ്രസ് ഇല്ലാത്ത മക്കളാണെന്ന്. അങ്ങനെ വന്നാൽ ഓരോ 20ലും ഒരാൾ ജാരസന്ധതിയാണെന്ന് വരും. അതുകൊണ്ടാണ് അവിടെ അഡോപ്ഷൻ കൂടുതലാണ്. അഡോപ്റ്റയിലെ മക്കളെ ദത്തെടുക്കുകയാണ് കൂടുതൽ, പ്രസവിക്കുന്നില്ല, ദത്തെടുക്കുകയാണ്. ഈ ദത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? വാപ്പ ആരാണെന്ന് അറിയപ്പെടാത്ത കുട്ടികൾ. 20 മില്യൺ കുട്ടികളുണ്ട് 200 മില്യൺ ജനസംഖ്യ ഉണ്ടായിരുന്നപ്പോ. അത് 80ലേക്ക് മാറിയപ്പോ തന്നെ 46% അമേരിക്കൻ ജനസംഖ്യയിലെ പെണ്ണുങ്ങൾ വിവാഹിതരാവാതെ അവിഹിതമായ രീതിയിൽ ജീവിക്കുന്നവരാണ്. ഹോമോസെക്ഷൽ എന്ന് പറയുന്ന ഒരു വിഭാഗമായി ജീവിക്കുന്ന പെണ്ണുങ്ങൾ 46%. വികസിത രാജ്യത്തെ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഇനിയിപ്പോ ഇന്നത് 90 ആയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. 1986 അവിടുത്തെ ചില കണക്കുകൾ എടുത്തപ്പോ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഇത് കേട്ടിട്ടങ്ങ് പഠിച്ചോ എന്നുള്ള പേടിയുണ്ട് എനിക്കിത് പറയുമ്പോൾ. കാരണം കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോൾ അതിൽ മദ്യം ചേർത്ത് കൊടുത്തു എന്നാണ്. മദ്യം ചേർത്ത് കൊടുക്കുന്ന ഉമ്മമാർ എന്തിനെന്നറിയോ? കുട്ടി വേഗം ഉറങ്ങിപ്പോവാൻ.
കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ പാല് കുപ്പിയിൽ മദ്യം ചേർത്ത് കൊടുക്കുക, ഇൻടോക്സിക്കൻസ്. എന്നിട്ട് കുട്ടിക്ക് ലഹരിയോട് ആസക്തി ഉണ്ടാകുന്നു. ചെറിയ മക്കൾക്ക് ഉമ്മമാര് കൊടുക്കുകയാണ്, അവരെ കിടത്തിയുറക്കി മണിക്കൂറുകളോളം അവർക്ക് ക്ലബിൽ പോകണം, അവിടെ ഇവിടെയും കറങ്ങി നടക്കണം, കുഞ്ഞ് ഉറങ്ങിയിടന്ന് എഴുന്നേൽക്കൂല. ആ രീതിയിലൊക്കെ വഴിവിട്ട് ജീവിക്കുന്ന സംസ്കാരമാണോ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ സംസ്കാരമെന്ന് ചിന്തിക്കുന്നത്? സംസ്കാരമില്ലാതെ പോയ ഒരു സമൂഹം, അവിടെ സംസ്കാരവും മാന്യതയും കൈമാറിയത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. എന്തെന്നില്ലാത്ത ബഹുമാനം, പെണ്ണിന്റെ അസ്തിത്വം ഉണ്ടാക്കിയത് അള്ളാഹുവിന്റെ ദീനല്ലയോ? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോ ജാഹിലിയ്യ കാലഘട്ടത്തിന്റെ സംസ്കാരം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അടിച്ചമർത്തപ്പെട്ട ഒരവസ്ഥയിൽ നിന്നാണ് സൂറത്തു മറിയം എന്ന അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഒരു സൂറയുടെ പേര് തന്നെ അള്ളാഹു നിർദ്ദേശിക്കുന്നത്. സൂറത്തു മറിയം, മറിയം ബീവിയുടെ നാമത്തിലാണ്. ഒരു പെണ്ണിന് ഇതിലും വലിയ അഭിമാനം എന്ത് വേണം? വിശുദ്ധമായ ഖുർആൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് നബി തങ്ങൾ കിടക്കുന്ന നേരത്ത്, ആയിഷ റളിയല്ലാഹു അൻഹയോടുകൂടെ ഒരു വിരിപ്പിൽ കിടക്കുന്ന നേരത്ത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. നബി തങ്ങൾ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു ഭാര്യമാരുടെ കൂടെ ഇരിക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ അവതരിച്ചില്ല, ആയിഷ ബീവി ഒഴികെ റളിയല്ലാഹു അൻഹ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ ബീവി അസ്സുദ്ദീഖത്തു ബിൻതു സുദ്ദീഖ് റളിയല്ലാഹു അൻഹ 10ലേറെ ആയത്തുകളിൽ ആകാശലോകത്ത് നിന്ന് ആയിഷ ബീവിയുടെ നിരപരാധിത്വം ഇറക്കി. സൂറത്തുൻ നൂറിൽ അല്ലാഹു 10ലേറെ ആയത്തുകൾ ഇറക്കിയത് പെണ്ണിന് അഭിമാനമല്ലേ? പണ്ഡിതന്മാരുടെ മുഴുവനും പിറകിൽ അവരെ സഹായിച്ചത് ഉമ്മമാരായി അവരുടെ ഭാര്യമാരായിരുന്നുവല്ലോ. ഇമാം ബുഖാരി തങ്ങളുടെ ഉമ്മ ആരാണെന്നറിയില്ല, പ്രശസ്തയല്ല. സുഫിയാനു സൗരി തങ്ങളുടെ ഉമ്മ ആരാണെന്ന് ചരിത്രങ്ങളിൽ പ്രശസ്തമല്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ആരാണെന്ന് പ്രശസ്തമല്ല. പക്ഷേ ആ ഉമ്മമാരാണ്, മഹത്തുക്കളായ ആളുകളുടെ ഭാര്യമാരാണ് അവരെ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് ഉയരാൻ അവരെ സഹായിച്ചത്, പ്രോത്സാഹനം കൊടുത്തത്. ഷാഫി ഇമാമിന്റെ ഉമ്മയൊക്കെ ഗസയിൽ നിന്ന്, മലയാള പത്രങ്ങളൊക്കെ ഗാസ എന്ന് പറയുന്ന ഗസയിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന് 10 വയസ്സുള്ള നേരത്ത് കൊച്ചുമോനെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ചില്ലിക്കാശുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടാണ് ഉസ്താദിന് ശമ്പളം കൊടുത്തത്, ട്യൂഷൻ ഫീസ് കൊടുത്തത്. ഇമാമുന ഷാഫി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, പേരെന്താണെന്ന് ചരിത്രത്തിന് അറിയില്ല, പക്ഷേ ഈ ഉമ്മമാർ ഏറ്റവും വലിയ മഹത്വം ചെയ്തവരാണ്. സഹോദരിമാരിൽ ആത്മാഭിമാനത്തിന്റെ ഏറ്റവും വലിയ മാതൃകകളായി വിരാജിച്ച അഷ്റഫുൽ ഖൽഖിന്റെ വീട്ടുകാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, വഅസ്വാജുഹു ഉമ്മഹാതുഹും, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞുവല്ലോ. മഹാന്മാരായ ആലിമീങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും താരതമ്യം ചെയ്യുമ്പോൾ ആർക്കാണ് സ്ഥാനം കൂടുതൽ? ആർക്കാണ് ഈ രണ്ടുപേരിൽ, ആയിഷ ബീവിയാണോ ഖദീജ റളിയല്ലാഹു അൻഹയാണോ? രണ്ടുപേരിൽ ആർക്കാണ് മഹത്വം കൂടുതൽ എന്ന് ചർച്ച വരുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഖദീജ ബീവിക്കാണ് സ്ഥാനം കൂടുതൽ ആയിഷ ബീവിയേക്കാൾ. എന്തേ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് ഒരു നിർദ്ദേശമുണ്ടായി റബ്ബിൽ നിന്ന്, നബിയേ ഖദീജത മിൻ റബ്ബിഹസ്സലാം, ഖദീജ ബീവിയോട് അല്ലാഹു സലാം പറഞ്ഞു എന്ന് പറയണേ നബിയേ. ഖദീജ ബീവിയോട് അല്ലാഹു സലാം പറഞ്ഞു എന്ന് പറയണേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടാണെങ്കിലോ ഫഖദ് സല്ലമ അലൈഹാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിഷ ബീവിയോട് സലാം പറഞ്ഞു. ഖദീജ ബീവിയോട് സലാം പറഞ്ഞത് അല്ലാഹു അല്ലേ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാമും അല്ലാഹുവിന്റെ സലാമും നോക്കിയാൽ അല്ലാഹുവിന്റെ സലാമിനല്ലേ സ്ഥാനം. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയാണ് ആയിഷ ബീവിയെക്കാളും മഹത്വമുള്ളത് എന്ന് ചർച്ച വരുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? റബ്ബിന്റെ സലാം ഡയറക്റ്റ് പറഞ്ഞു കൊടുത്തു. റബ്ബിന്റെ സലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ സലാമായിട്ട് ആയിഷ ബീവിയോട് റളിയല്ലാഹു അൻഹയോട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം, ഖദീജ ബീവിക്ക് അല്ലാഹുവിന്റെ സലാം. രണ്ടും ഭയങ്കരമല്ലേ? എത്ര മഹത്വമാണ്. സയ്യിദുൽ മലായിക, അമ്പിയാക്കൾക്ക്, അള്ളാഹുവിന്റെ മലക്കുകൾക്ക് നേതാവായ
അംബിയാഇന് വഹയുമായി വന്ന അമീനുല്ലാഹ്, അല്ലാഹുവിന്റെ വിശ്വസ്തനായ ദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സലാം അറിയിച്ചിട്ടുണ്ട്. നോക്കണേ, ആ ഒരു സ്ഥാനത്തേക്ക് മഹദിമാർ ഉയർന്നത്. ഖദീജ റളിയല്ലാഹു അൻഹയെയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെയും മറിയം ബീവിയെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും എത്ര ഹദീസുകളിലൂടെയാണ് പുത്തുനബി തങ്ങൾ പുകഴ്ത്തി പറഞ്ഞത്. കമുല മിനർ റിജാലി കസീർ, പുരുഷന്മാരിൽ ഒരുപാട് പേർ മഹത്വം കൈവരിച്ചിട്ടുണ്ട്. കമുല മിനർ റിജാലി കസീർ, ഒരുപാട് ആളുകൾ കാമിലീങ്ങളായിട്ടുണ്ട്, പുരുഷന്മാരിൽ ഒരുപാട് മഹത്വം കിട്ടിയിട്ടുണ്ട്. വലം യകുമുൽ മിനൻ നിസാ, എന്നാൽ പെണ്ണുങ്ങളിൽ നിന്ന് അല്ലാഹു തആല ഏറ്റവും വലിയ പരിപൂർത്തീകരണം കൊടുത്തത്, മഹത്വം നൽകി ആദരിച്ചത് 4 പേരാണ്. ആസിയ ഇംറഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ. വമറിയം ബിൻതു ഇമ്രാൻ, ഇമ്രാനിന്റെ ഭാര്യ, ഇമ്രാനിന്റെ മോൾ മറിയം റളിയല്ലാഹു അൻഹ. وإن فضل عائشة على النساء كفضل الثريد على سائر الطعام. സെരീദ് എന്ന അറബികൾ ഉണ്ടാക്കുന്ന മാംസവും ഗോതമ്പും ഉണ്ടാക്കുന്ന സെരീദ് ഭക്ഷണം മറ്റു സാധാ ഭക്ഷണങ്ങളെക്കാൾ എങ്ങനെ മുന്തി നിൽക്കുന്നുവോ അതുപോലെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റു പെണ്ണുങ്ങളുമുള്ള മഹത്വമെന്ന് ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഹബീബ് തന്നെ പറഞ്ഞു, ഹസ്ബുക മിൻ നിസാഇൽ ആലമീൻ അർബഅ, ലോകത്തെ വനിതകളിൽ ഏറ്റവും മഹത്വമേറിയ 4 പേരുണ്ട്. മറിയം ബിൻതു ഇമ്രാൻ, വആസിയ ഇംറഅത്തു ഫിർഔൻ, വഖദീജ ബിൻതു ഖുവൈലിദ്, വഫാത്തിമ ബിൻതു മുഹമ്മദ് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ഹസ്ബുക മിൻ നിസാഇൽ ആലമീൻ ബിഅർബഅ, ലോക പെണ്ണുങ്ങളിൽ 4 പേർ പോരെ, അവരുടെ മാതൃക പോരെ മുസ്ലിം വനിതകൾക്ക്, അവരുടെ മാതൃക പോരെ മുസ്ലിമീങ്ങളായ മംഗമാർക്ക്. 4 പേരാണ്. മറിയം ബിൻതു ഇമ്രാൻ, ഏറ്റവും വലിയ ചാരിത്രശുദ്ധിയുടെ മാതൃക കാണിച്ച മറിയം റളിയല്ലാഹു അൻഹ. വആസിയ ഇംറഅത്തു ഫിർഔൻ, രാജകൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങി അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത ആസിയ റളിയല്ലാഹു അൻഹ. വഖദീജ ബിൻതു ഖുവൈലിദ്, മുത്തഹബീബായ തങ്ങളോട് ആദ്യമായി വിശ്വസിച്ച അവ്വലു മൻ അസ്ലം ബിഇജ്മാഇൽ ഉലമാ, ഉലമാഇന്റെ ഇജ്മാ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ആദ്യമായി ഹബീബിൽ വിശ്വസിച്ച അവ്വലു മുസ്ലിം, ആദ്യത്തെ മുസ്ലിം എന്ന് പറയാൻ കഴിയുന്ന ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇവരുടെ മാതൃകയല്ലേ നമ്മൾ കാണേണ്ടത്, അവരിൽ നിന്നല്ലേ മുസ്ലിമീങ്ങൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. അവരല്ലേ നമ്മുടെ ഹീറോയിനുകൾ, അവരല്ലേ ഈ ഉമ്മത്തിന് മാതൃക വരച്ചു കാണിച്ചവർ. ആസിയ റളിയല്ലാഹു തആല അൻഹ ചെയ്ത ത്യാഗം നമ്മൾ ചെറുതായി കാണാവതാണോ? وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. بسم الله الرحمن الرحيم. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. സത്യവിശ്വാസികളുടെ ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്, അല്ലാഹു ഉദാഹരണം പറഞ്ഞത് ഇംറഅത്ത് ഫിർഔൻ, ഫറോവയുടെ ഭാര്യയാണ്. ഫറോവയുടെ ഭാര്യയാണ്. പെണ്ണുങ്ങളെ, ഒരുപക്ഷെ ഭർത്താവ് മോശമായതിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടാവും. ഭർത്താവ് കള്ളുകൂടിയനായിപ്പോയല്ലോ, ഭർത്താവ് പരസ്ത്രീ ബന്ധമുള്ള ആളായിപ്പോയല്ലോ, ഭർത്താവ് ഹറാം ഒരു കൂസലില്ലാതെ ചെയ്യുന്ന ആളായിപ്പോയല്ലോ എന്നൊക്കെ വരുമ്പോ വലിയ മനോവിഷമം വരും. പക്ഷേ അതിലപ്പുറം കുഫ്റിന്റെ ആസ്ഥാന നായകനായിരുന്ന
ഫറോവയുടെ വീട്ടിൽ നിന്നാണ് മുഅ്മിനീങ്ങളുടെ മാതൃകാ വനിതയായ ആസിയ റളിയല്ലാഹു അൻഹ ഈ ഉമ്മത്തിന് ലഭിക്കുന്നത് കുഫറിന്റെ വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് നിരാശപ്പെടരുത്. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. സത്യവിശ്വാസികളുടെയും വിശ്വാസികളുടെയും ഉദാഹരണം ആസിയ ബിബിയാണ് റളിയല്ലാഹു അൻഹ. إذ قالت رب ابن لي عندك بيتا في الجنة. സ്വന്തം വീടും കൊട്ടാരവും നഷ്ടമായപ്പോൾ അല്ലാഹുവേ നിന്റെ സവിധത്തിൽ എനിക്കൊരു വീട് വേണം എന്ന് പറഞ്ഞ ആസിയ ബീവി റളിയല്ലാഹു അൻഹ വീട് വേണമെന്നല്ല റബ്ബിനോട് ആദ്യം ചോദിച്ചത്. ഇൻദക, നിന്റെ അരികത്ത് ബൈതൻ, എനിക്കൊരു വീട്. നിന്റെ അരികത്ത്, നിന്റെ ഖുർബാൻ എന്റെ ആവശ്യം, നിന്റെ സാമീപ്യമാണ് റബ്ബേ എന്റെ ആവശ്യം. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ് വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫറോവയിൽ നിന്ന് ഫറോവയുടെ അക്രമികളായ പോലീസുകാരിൽ നിന്ന് ഒക്കെയും സംരക്ഷണം നൽകണമേ എന്ന് ദുആ ചെയ്യുകയും അല്ലാഹുവിന് വേണ്ടി സർവാത്മന ത്യാഗം ചെയ്യുകയും സ്വന്തം വീടും കൊട്ടാരവും നഷ്ടമായിട്ടുകൂടി അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ സന്നദ്ധയായ ആസിയ റളിയല്ലാഹു അൻഹയാണ് മുഅ്മിനീങ്ങളുടെ ഉദാഹരണം എന്ന് ശുദ്ധമായ ഖുർആൻ ആണിന്റെയും പെണ്ണിന്റെയും ഉദാഹരണം. ആണായാലും പെണ്ണായാലും മുഅ്മിനായാലും മുഅ്മിനത്തായാലും. മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയമുൽ ബതൂൽ, ഇബാദത്ത് കൊണ്ട് ശ്രദ്ധേയയായ മറിയം റളിയല്ലാഹു അൻഹ. മറിയം ബീവിയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു സൂറത്തു ആലി ഇംറാനിൽ. كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. മറിയം റളിയല്ലാഹു അൻഹ മസ്ജിദുൽ അഖ്സയിലേക്ക് നേർച്ചയാക്കപ്പെട്ടത് ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹന്നത്ത് ബീവി മറിയം ബീവിയെ നേർച്ചയാക്കുന്നു മസ്ജിദുൽ അഖ്സയുടെ പരിപാലനത്തിന്. അന്നത്തെ ആചാരമനുസരിച്ച് മറിയം ബീവി ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലം ഇന്നും മസ്ജിദുൽ അഖ്സയുടെ താഴേക്ക് സ്റ്റെപ്പുകളുണ്ട്. ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങി അൽ ഹൈക്കലു സുലൈമാനി എന്ന് പറയുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം എടുത്ത മസ്ജിദുൽ അഖ്സയുടെ ആദ്യ പള്ളിയുടെ ആ ഭാഗം കാണാൻ വേണ്ടി താഴെ ചെല്ലുമ്പോ അവിടെയുണ്ട് മറിയം റളിയല്ലാഹു അൻഹ ഇരുന്ന് ഇബാദത്ത് ചെയ്തിരുന്ന ഒരു ചേംബർ ഉണ്ട്, ഒരു മെഹ്റാബ് ഉണ്ട്. മെഹ്റാബ് മറിയം റളിയല്ലാഹു അൻഹ. ഫലസ്തീനിൽ അന്ന് ലഭ്യമല്ലാത്ത പഴവർഗ്ഗങ്ങൾ, ഫലസ്തീനിലെ ആളുകൾക്ക് കിട്ടാത്തത് മറിയം ബീവിയുടെ മെഹ്റാബിനുള്ളിലേക്ക് വന്നത് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട സ്ഥലം ഇന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നത് മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിലാണ്. അവിടേക്ക് കയറി ചെല്ലുന്ന രംഗമാണ് അള്ളാഹുവിന്റെ വലിയ ചാവുകയും കറാമത്ത് കാണിക്കുകയും ചെയ്ത മറിയം റളിയല്ലാഹു അൻഹ. ചെറുപ്പത്തിലെ കറാമത്താണ്. വൽ കറാമത്തു സാബിതത്തുൻ ഇൻദ അഹ്ലി സുന്നത്തി വൽ ജമാഅ. അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനമായ അഹ്ലു സുന്ന വൽ ജമാഅയുടെ സർവ്വ ആലിമീങ്ങളും അംഗീകരിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്ത കറാമത്തുകൾ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾക്ക് കറാമത്തുകൾ ഉണ്ടാകുമെന്നാണ് അമ്പിയാക്കന്മാരിലൂടെ കാണുന്നതിന് നമ്മൾ മുഅ്ജിസ് എന്ന് പറയുന്നു. സ്വാലിഹീങ്ങളുടെ കയ്യാലെ അംറുൻ ഖാരിഖുൽ ലിൽ ആദ, നമ്മൾ അതിനെ കറാമത്ത് എന്ന് പറയും. മറിയം റളിയല്ലാഹു അൻഹയുടെ മെഹ്റാബിൽ പഴം കാണപ്പെട്ടത് ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു നൽകിയ കറാമത്തായിരുന്നു. കാനത്ത് വലിയതൻ മിൻ ഔലിയാ ഇല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയത്തായിരുന്നു.
മറിയം റളിയല്ലാഹു അൻഹ